സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബലരാമന്. എന്നിട്ട് സംസാരിക്കുന്നു, ഇന്നത്തെ ഫംഗ്ഷൻ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഏട്ടൻ ദുബായിലേക്ക് പോകണം. എൻ്റെ അച്ഛനെയും അമ്മയും മറ്റാരേക്കായും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഏട്ടൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ആപത്താ. ചിലപ്പോൾ ഏട്ടൻ പോകുമ്പം അവരുടെ ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കുമായിരിക്കും. അപ്പം നിന്നോട് തീർക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ? നിന്നെ അവർക്ക് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്നൊക്കെ ബലരാമൻ ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. എന്തായാലും ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ഇന്നത്തെ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഏട്ടൻ എന്തായാലും തിരികെ പൊക്കോണം. ഒരിക്കലും ഇനി ഏട്ടൻ തിരികെ പോകണ്ട. നാട്ടിലെന്നും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് ശരിയാവില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കൃഷും കൺമണിയും എല്ലാവരും കൂടി ചേർന്ന് ഫംഗ്ഷനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ഇന്നത്തെ പാർട്ടി ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കണം. ഒരു ലോനപ്പൻ ചേട്ടനെയാണ് കാറ്ററിംഗ് സർവീസൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് കൃപമോള് പറയുമ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി കൺമണി ചേച്ചിക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേന്ന് കൃഷി ചോദിക്കുമ്പം തീർച്ചയായിട്ടും കൊടുക്കണം. ഞാനൊരു സർപ്രൈസ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് സാഗർ പറയുമ്പം കൃപമോള് പറയുന്നു, എല്ലാ പാർട്ടിയും അറേഞ്ച് ചെയ്താൽ എന്നോട് പോലും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലല്ലോ, അത് ഭയങ്കര മോശമായിപ്പോയി. എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പം ഈ നിൽക്കുന്ന എൻ്റെ മോൻ തന്നെയാണ് കൺമണിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നു. അതെന്തായാലും സൂപ്പർ എന്ന് കൃപമോളും പറയുന്നു. എന്നിട്ട് കൃപമോൾക്ക് ഒരു പേടി, ഇന്നത്തെ ഫംഗ്ഷനും കാണാം ആ മാനസ വരുമോ ഏട്ടാ? അവളായോണ്ട് പറയാൻ പറ്റില്ല, നാണോ മാനവും കെട്ട് വേണമെങ്കിൽ വന്നെന്നോ ആകും. അതും കേട്ട് ആൻറ്റിയമ്മ ദേഷ്യം പിടിച്ച് വരുന്നുണ്ട്. കൊള്ളാടാ, അങ്ങനെ തന്നെ പറയണം. അതേസമയം എങ്ങനെയെങ്കിലും വിഷയം മാറ്റാൻ നമ്മുടെ സാഗറും സുജിയും ശ്രമിക്കുന്നു. കാരണം ആൻറ്റിയമ്മയെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫംഗ്ഷൻ മൊത്തം കുളമാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ല ചേച്ചിയമ്മ, ആ വിഷയം വിട്. ചേച്ചിയമ്മയ്ക്ക് ഇന്നത്തെ പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ. എനിക്കൊന്നുമില്ല. പാർട്ടി വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് കൃപമോളുടെ ആഗ്രഹമൊക്കെ കേട്ടിട്ട് കുത്തി കുത്തി പറയുന്നുണ്ട് നമ്മുടെ ആൻറ്റിയമ്മയും. അതിനുശേഷം കൃഷി പറയുന്നുണ്ട്, ഏട്ടൻ എന്തോ ഒരു സന്തോഷക്കുറവുണ്ട്. ഏട്ടന് വിളിക്കുമ്പോൾ ഒരു ഹറിബറി പോലെ. അപ്പം കൃപമോളും പറയുന്നു, ശരിയാ, എന്നോട് സംസാരിച്ചപ്പോഴും പെട്ടെന്ന് സംസാരിച്ച് കോള് കട്ട് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. മാത്രമല്ല ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ദുബായിലേക്ക് പോവുകയാണെന്നും പറയുന്നു. അത് കേട്ട് സുജിക്ക് ആകെ വിഷമമാകുന്നു. ഇനി മോൻ ദുബായിലേക്ക് പോകുന്നോ? അവ ഇനി നാട്ടിൽ നമ്മളോടൊപ്പം കാണുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്താ പെട്ടെന്നൊരു തീരുമാനം? അപ്പം ആൻറ്റിയമ്മ പറയുന്നു, മാനസയായിട്ടുള്ള കല്യാണം അച്ഛനും അമ്മയും കൂടി ചേർന്ന് മുടക്കി കൊടുത്തല്ലോ, പിന്നെന്തിനാ അവൻ നാട്ടിൽ ഇരിക്കുന്നത്? അവൻ പോട്ടെ, അവനെക്കുറിച്ച് ആർക്കും ഒരു വേവലാതി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കുത്തി നോവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പാർട്ടി ദിവസം രാവിലെ തന്നെ കൺമണിയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. അപ്പം ഗോകുല് മുറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു. ഗോകുല് വിചാരിച്ച് അവൻ്റെ അച്ഛനാ വന്നിരിക്കുന്നതെന്ന്. അപ്പം എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പേ അച്ചച്ചാ, ദേ അച്ഛൻ വന്നു. അതും കേട്ട് സന്തോഷത്തോടെ എല്ലാവരും ഓടി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഓട്ടോയിൽ നിന്ന് പരിചയമില്ലാത്ത ഒരാളാണ് ഇറങ്ങി വരുന്നത്. കുറേ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മനോഹർ പറഞ്ഞ് വന്നതാണെന്നും സാറിന് ലീവ് കിട്ടിയില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ച് തന്നു, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് സാധനങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും കൺമണിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന അതേ സമയത്ത് ചേട്ടൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയുന്നു, ലീവിന് ഞാൻ മാക്സിമം ശ്രമിച്ചതാണ്, ഇപ്പോൾ അത്യാവശ്യമായിട്ട് തിരക്കുണ്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വിവാഹത്തിന് കുറച്ച് ദിവസം അധികം ലീവ് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് മോള് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല. പാർട്ടി എന്തായാലും മംഗളമായിട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. മോൾക്ക് മാത്രമല്ല വീട്ടിലെ എല്ലാവർക്കും ഇന്ന് പാർട്ടിയിൽ അണിയാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും മോൾക്കൊരു മാലയും മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാ ഏട്ടാ ഇങ്ങനെ കാശ് ചിലവാക്കിയത്? ഈ സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പം അമ്മായിമാർ പറയുന്നുണ്ട്, കൺമണി മോൾക്ക് മേടിച്ചത് പോട്ടേന്ന് വെക്കാൻ ഞങ്ങൾക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തിനാ മോനെ ഇത്രയും ക്യാഷൊക്കെ ചിലവാക്കിയെന്ന് പറയുമ്പം അതെൻ്റെ ഒരു സന്തോഷത്തിനല്ലേ, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ കൃപമോള് വിളിക്കുന്നുണ്ട്, ആ നാത്തൂൻസ് എന്തൊക്കെയുണ്ട് പരിപാടി? പാർട്ടിയിലേക്ക് വരാൻ എല്ലാവരും റെഡിയായി തുടങ്ങിയോ? ഇല്ല മോളെ, ഏട്ടൻ്റെ വക കുറച്ച് ഗിഫ്റ്റ് കിട്ടി. എന്താ ഗിഫ്റ്റ്? ഒരു മാലയും കുറച്ച് തുണികളും. ആ കൊള്ളാലോ, കോളടിച്ചല്ലോ. ഇങ്ങനൊരു ഏട്ടനെ കിട്ടണം. നമുക്കും ഉണ്ടൊരു ഏട്ടൻ, ചുമ്മാ പൊക്കിയടിച്ച് നടക്കും, അല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. അപ്പോൾ കൺമണി ചോദിക്കുന്നു, കൃപമോൾ എന്താവശ്യപ്പെട്ടാലും കൃഷ് സാർ അത് നേടിത്തരുമല്ലോ? തരും, പക്ഷേ അത് പുള്ളിക്കാരനെ കേൾക്കെ പറയാൻ പാടില്ല, പൊങ്ങലായി പോവും. ഇതുവരെ എണീറ്റിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മുടെ കൃപമോളാണെങ്കിൽ കൃഷിനെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷി എണീക്കുന്നില്ല. അന്നേരം കൃപമോള് പറയുന്നു, പെട്ടെന്നൊന്ന് എണീക്കേട്ടാ, കൺമണി ചേച്ചിയും വീട്ടുകാരൊക്കെ വന്ന്. കൺമണി വന്നോ?
യോ ഞാൻ താമസിച്ചോ, എത്ര മണിയായി എന്നൊക്കെ പറഞ്ഞ് മൊബൈലിൽ സമയം നോക്കുന്ന സമയത്ത് കണ്ടോ പുള്ളിക്കാരൻ്റെ ഒരു വെപ്രാളം. കൺമണി ചേച്ചിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന്. ചേച്ചിയുടെ ഏട്ടൻ ചേച്ചിക്ക് ഒരു ഗോൾഡ് ചെയിൻ മേടിച്ചു കൊടുത്തെന്ന്. നമുക്കുണ്ടൊരു ഏട്ടൻ വെറുതെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഈ പാവം പെങ്ങൾക്ക് ഒന്നും മേടിച്ചു തരാൻ ചേട്ടനറിയത്തില്ല. കൺമണി ചേച്ചിക്ക് എന്തായാലും ഇന്ന് ഗിഫ്റ്റിൻ്റെ പെരുമഴയായിരിക്കും. ആ സമയത്താണെങ്കിൽ കൃഷ് മേടിച്ചു വെച്ചിരുന്ന ഒരു സർപ്രൈസ് സമ്മാനം എടുത്തു കൊടുക്കുന്നു. നല്ലൊരു ഡയമണ്ട് മാല. അത് കിട്ടിയതും കൃപമോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയം മാനസയാണെങ്കിൽ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനസയുടെ അമ്മ വന്ന് പറയുന്നു, ഫ്രിഡ്ജിൽ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് ചൂടാക്കി കഴിച്ചാൽ മതി, ഞങ്ങൾ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുക. അല്ല നീ എവിടെയെങ്കിലും പോകുന്നോ, നീ റെഡിയായി നിൽക്കുന്നു, ഞാനും വരുന്നുണ്ട് ഫംഗ്ഷന്. അല്ല മോളെ, അത് ശരിയാവില്ല, മോള് വരണ്ട, നീ വന്ന അവിടെ പ്രശ്നം ഉണ്ടാവും. എന്തിനാ നീയായിട്ട് പ്രശ്നത്തിന് പോകുന്നത്? അലിഗയിലെ MD സ്ഥാനം എനിക്ക് തരുന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ ഞാനും അവിടെ വേണ്ടേ? അതൊരു പ്രത്യേക ത്രില്ലല്ലേ. എല്ലാവരും കൂടി എന്നെ അപമാനിച്ച് വിട്ടപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷമെങ്കിലും വേണ്ടേ അമ്മ, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി എങ്ങനെയൊക്കെയോ സമ്മതിപ്പിക്കുന്നു. അതിനുശേഷം അച്ഛൻ റെഡിയായോ എന്ന് നോക്കാൻ പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിട്ട് ഡോർ അടച്ചതിന് ശേഷം വരുണിനെ വിളിക്കുന്നു. നീ എവിടെ നിൽക്കുമെന്ന് പറയുമ്പം ഞാൻ കൃഷിൻ്റെ വീട്ടിലാണ്. കൃഷിൻ്റെ വീട്ടിലോ? അവിടെ ഉള്ളവർ കാണത്തില്ലേ? ആര് കണ്ടാലും മനസ്സിലാവാത്ത രൂപത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ ഒരു ബംഗാളിയായിട്ട് കയറി പറ്റിയേക്കുക. ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ലോനപ്പച്ചേട്ടൻ്റെ കൂടെ എങ്ങനെയൊക്കെ ഒരു അവസരം ചോദിച്ച് കയറി പറ്റിയിട്ടുണ്ട്. ആര് കണ്ടാലും മനസ്സിലാവാത്ത, ഞാൻ പോലും എന്നെ മനസ്സിലാക്കാത്ത രൂപത്തിൽ വേഷം മാറിയേക്കാം. കുറച്ച് കഴിയുമ്പോൾ ബംഗാളി മാറി തമിഴനാകണം. നീ എന്തൊക്കെ വരണേ ഈ പറയുന്നത്? നിന്റെ മണ്ടത്തരം കാരണം ഇന്നത്തെ നമ്മുടെ പ്ലാനിങ്ങും കാണാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല. ഒരു കാരണവശാലും പൊളിയില്ല. ഇന്ന് നമ്മുടെ ദിവസമായിരിക്കുമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം വിളിച്ചറിയിക്കാം. ഞാനെങ്കിൽ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പം മാനസിക്ക് ടെൻഷനുണ്ട് വരുണിൻ്റെ കാര്യമായതുകൊണ്ട്. എങ്കിലും കയ്യിലിരിക്കുന്ന ആ മയക്കുമരുന്ന് പൊടി എടുത്തിട്ട് പറയുന്നു, കൃഷിൻ്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കും. കുറച്ച് സമയത്തിനുള്ളിൽ വരുണാണെങ്കിൽ മേക്കപ്പൊക്കെ കെട്ടി വലിയൊരു കട്ടിയുള്ള മീശയൊക്കെ സെറ്റ് ചെയ്ത് ഒരു പേരും കൂടി സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുഖത്തൊരു ഉണ്ണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും മുത്തൂന്ന് പേരിടാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ലോനപ്പച്ചേട്ടൻ വരുന്നുണ്ട്. അയാൾ ചോദിക്കുന്നു, നീ ആരാ? അപ്പം വരുൺ ചോദിക്കുന്നു, നിങ്ങളാരാ? ഞാനിവിടുത്തെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ലോനപ്പച്ചേട്ടൻ. ഓ, നിങ്ങളാണല്ലേ ലോനപ്പച്ചേട്ടൻ. നീ ആരാന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് വരുൺ എന്ന് പറയുന്നു. അതേ സമയത്ത് പേര് മാറ്റി പറയുന്നു, വരുൺ മുത്ത്. എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ. ഞാനിവിടെ ഒരു ബംഗാളിയാണല്ലോ ജോലി കൊടുത്തത്, നീ ഏതാ? ഞാനൊരു തമിഴനാണെന്നും സാർ ജോലി കൊടുത്ത ആ ബാബു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ബാബുവിന് അത്യാവശ്യമായിട്ട് ഒരു തിരക്ക് വന്ന് അയാൾ പോയി എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാതെ ലോനപ്പൻ ബാബുവിനെ വിളിക്കുന്നുണ്ട്. ബാബുവിനെ വിളിക്കുമ്പം ബെല്ലടിക്കുന്നത് വരുണിൻ്റെ ഫോണിലേക്കാണ്. നാട്ടിൽ നിന്ന് വിളിക്കുക, ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ലോനപ്പ ചേട്ടന് കോള് കിട്ടുന്നില്ല. എന്തായാലും താനിവിടെ ജോലിക്ക് നിൽക്കി, കട്ടിപ്പണിയാ, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞ് ID കാർഡ് ചോദിക്കുമ്പോഴത്തേക്കും ID കാർഡോ ആധാറോ ഒന്നുമില്ല. വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടമായി. അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ട് ജോലി കൊടുത്ത് പാത്രം എടുത്ത് തലയിൽ വെക്കാൻ പറയുന്നു. പാത്രം തലയിൽ വെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വരുൺ ജോലി ചെയ്യാൻ മടിയനല്ലേ, ഓണറിൻ്റെ തലയിലോട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. വരുണിൻ്റെ തലയിൽ തന്നെ വെച്ച് കൊടുക്കുന്നു. ജോലി ചെയ്യാൻ ഭയങ്കര പാടാല്ലേ എന്ന് ലോനപ്പ ചേട്ടൻ ചോദിക്കുന്ന സമയത്ത് കൃപമോൾ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഇവിടെ ഒരു ഒച്ച കേട്ടത്? അതൊന്നുമില്ല മോളെ, ഇപ്പോൾ ഒരു പുതിയ ജോലിക്കാരൻ വന്ന് ജോലി ചെയ്യാൻ ഭയങ്കര മടി, തമിഴനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പാവല്ലേ, ഒരു ജോലി കൊടുത്തേരെ. പക്ഷേ മൊത്തത്തിലുള്ള ലുക്ക് കണ്ടിട്ട് എന്തോ ഒരു വശപ്പശൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. കൃപമോൾ പറയുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി കൃപമോൾ വരുണിനെ മനസ്സിലാക്കുമോ, അയാളെ അടിച്ചിറക്കി കളയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.